ട്രേഡേഴ്സ് ഞാനേ ഒരു ട്രേഡിൽ എൻ്റർ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസും കൂടെ വച്ചേക്കാം. നമ്മൾ എടുത്ത ഉടനെ നമുക്ക് എഗനിസ്റ്റായിട്ട് നിങ്ങൾ കണ്ടു കാണായിരിക്കും. റെക്കോർഡ് ഓണാക്കി വരുമ്പോഴത്തേക്ക് ഒരു 2000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതാ ഇപ്പം എഗെയിൻ ബാക്ക് ടു ഗ്രീൻ വന്നിട്ടുണ്ട്. ഭയങ്കര ഹൈ വോൾട്ടൈലിറ്റിയാണ്. ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റർ ആവുകയും അവിടുന്ന് നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 ക്ലിക്ക് ചെയ്ത ഉടനെ 2000 നെഗറ്റീവാണ് കാണിച്ചത്. അതാണ് നിങ്ങൾ വീഡിയോയുടെ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. അറ്റ് ദ ബിഗിനിങ്ങിൽ കാണിച്ചത്. സോ ഇന്നും സാധാരണ പോലെ തന്നെ എൻ്റെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു റിട്രേസ്മെൻ്റ് ആണോ അതോ ഫോൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരു ഫോൾ താഴത്തോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ട എഗെയിൻ നമ്മളൊരു 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. എഗെയിൻ കമ്മിങ് ബാക്ക് ടു കോസ്റ്റ്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക, അത് കണ്ടിന്യൂസ്ലി ഹിറ്റാവുക, നമ്മൾ വെറുതെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ നമുക്ക് ലോസായിരുന്നു. അപ്പം ചിലപ്പോൾ ഇന്നും ലോസായിരിക്കും, ചിലപ്പോൾ നാളെയും ലോസായിരിക്കും, ചിലപ്പോൾ ഈ വീക്ക് കംപ്ലീറ്റ്ലി ലോസായിരിക്കും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മാർക്കറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ്. ഇത് ആക്ച്വലി ഗാംബ്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇതൊരു ഗാംബ്ലിംഗും കൂടിയല്ലേ. ഒരു കാൽക്കുലേറ്റർ റിസ്ക് എടുത്തിട്ട് ഗാംബിൾ ചെയ്യുന്നത് തന്നെയല്ലേ ഇത്. അപ്പോൾ നമ്മൾ എത്ര ഗാംബ്ലിംഗ് അല്ലെന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിലിറ്റിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. സൈഡ് വൈസ് മാർക്കറ്റിനെ മാറ്റി നിർത്തിയാൽ ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡ് പോകും, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് മാറും, അല്ലേ. അപ്പം ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത് ബെറ്റ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പൈസ വെച്ചിരിക്കുന്നത് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂടെയാണ്. സോ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്ന ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി വിൻ. അല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ ലൂസ്. സോ അപ്പം നമ്മൾ ഗാംബ്ലിങ്ങിലും ഇതിലും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലൊരു കാൽക്കുലേറ്റർ റിസ്ക് വയ്ക്കുക. ഓക്കെ, ഞാൻ ഈ ഇത്രയും ഞാൻ ബെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വയ്ക്കുക. സോ അതാകുമ്പോഴത്തേക്കും നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം, അല്ലെ. അതിപ്പോൾ നിങ്ങൾ ഞാൻ ഡെയിലി ലിമിറ്റ് അതാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീക്ക്ലി ലിമിറ്റ്, നിങ്ങളുടെ ഒരു വീക്ക്ലി ലോസ് എന്ന് പറയണതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഒരു ഈ വീക്കിൽ ഞാൻ ബെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ വീക്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 10,000 റുപ്പീസ് വരെ ലോസ്. അപ്പോൾ ഈ വീക്കിൽ 10,000 റുപ്പീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് എടുക്കരുത്. അതിപ്പം മൺഡേ തന്നെ നിങ്ങൾക്ക് 10,000 ആയിക്കഴിഞ്ഞാൽ യു ഡോണ്ട് എൻറ്റർ ഇൻ ടു എനി ഓഫ് ദി ട്രേഡ് ഫർദർ. നെക്സ്റ്റ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എല്ലാ ട്രേഡുകളും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു ടാർഗറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് ഉണ്ട്. ഞാനൊരു 15,000 വരെ 15,000 വരെ ഡേ ട്രേഡിങ്ങിൽ ഞാൻ ലൂസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പം അതിൽ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. എൻ്റെ ഇമോഷൻ കൺട്രോൾ അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഗാംബ്ലിംഗ് ആണെന്നോ അല്ലെങ്കിൽ വെറുതെ ഒരു മുന്നോട്ട് ഒന്നിനെ പറ്റിയും ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ കീപ്പ് ചെയ്യുന്നതാണ് ഒരു 15,000 വരെയൊക്കെ എനിക്ക് ലോസ് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ ട്രേഡിൽ ലോസ് ആയാൽ ഇപ്പോൾ എന്നോട് റിസ്ക് മാനേജ്മെൻറ്റ് ചോദിച്ച് ഇടയ്ക്ക് ഞാൻ കമൻറ്റ് കണ്ട്. അപ്പോൾ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 38 പോയിൻറ്റ്സിൻ്റെ ലോസും 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റുമാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഏത് ഓപ്ഷൻസ് വെച്ചിട്ട്. അപ്പം പോയാൽ ഇപ്പോഴത്തെ ട്രേഡ് വെച്ച് പോയാൽ ഒരു 5,000 ലോസ്, കിട്ടിയാൽ 7,000 ലോസ്. അപ്പോൾ കിട്ടുമ്പോൾ ഒരു 1 to 2% മാത്രം കൂടുതൽ. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് 38 പോയിൻറ്റ്സ് എന്നുള്ളതിനെ 50 പോയിൻറ്റ്സിലേക്ക് എടുത്ത് താഴ്ത്തി വയ്ക്കാം. 25 പോയിൻറ്റ്സിലേക്ക് എടുത്ത് താഴ്ത്തി വയ്ക്കാം. പക്ഷേ അതിൽ കാര്യമില്ല. കാരണം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയെ നിങ്ങൾ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഹൈ വോളറ്റൈലിറ്റി നടക്കുന്നതാണ്. സോ ഈ 25 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 50 പോയിൻറ്റ്സ് എന്നൊന്നും പറയുന്ന മാർക്കറ്റിനൊരു കാര്യമുള്ള കാര്യമല്ല. ടക്കയെന്നും പറഞ്ഞടിച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മളുടെ ടാർഗറ്റ് ത്രൂയിലേക്ക് പോകുന്നത്. സോ അങ്ങനെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഇപ്പം ശരിയാണ്, 1:2 ആണ് ബെസ്റ്റ് റിസ്ക് റിവാർഡ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഞാൻ കുറേ ചെയ്തും വച്ചും ഒക്കെ നോക്കിയതിന് ശേഷം കേട്ടോ പറയണം. അല്ലാതെ ചുമ്മാ വെറുതെ എന്തോ ട്രേഡ് എടുത്ത് ഏതോ പറയുകയല്ല. വളരെ വളരെ കാര്യമായിട്ട് നോക്കിയിട്ട് ഞാൻ പല പ്രാവശ്യം പല റിസ്ക് റിവാർഡിലും വച്ചു. അപ്പം 1:2 അല്ലേ റിസ്ക് റിവാർഡ് എന്നൊക്കെ ചോദിക്കുക. 3,000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. 3,500. ഓക്കെ,
അത്യാവശ്യം നമ്മളുടെ ടാർഗറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ 650 മേളിൽ മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് ആക്കിയിരിക്കും ട്രേഡേഴ്സ്. ഓക്കെ, 649, 646, 649. ഓക്കെ, അഗെയിൻ 3000 തന്നെ കിടന്ന് കറങ്ങുവാണ് നമ്മുടെ പ്രോഫിറ്റ്. 4200 കാണിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എനിക്ക് റിസ്ക് റിവാർഡിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾ എത്ര രൂപ ബെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുക. അതൊക്കെ കൂടുതൽ നമ്മൾ ലൈവ് ഇൻട്രാക്ഷനിൽ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സെഷനോ വല്ലതും വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ 5860 ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, നമ്മളൊരു 7000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഞാൻ ആ റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ നമ്മുടെ ലൈൻ ഡ്രോ ചെയ്യുന്നതിനും ഒരുപാട് പേര് കൺഫ്യൂഷൻ പറയുന്നുണ്ട്. ഇത് നമ്മൾ 940 ക്യാൻഡിൽ അപ്സൈഡ് തൊട്ട് താഴത്തേക്ക് നമ്മുടെ ഫിബോയെ ഡ്രോ ചെയ്തതിന് ശേഷം ഫിബോ അറിയാത്ത പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു ഓൾഡ് വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടുകൊള്ളണം കേട്ടോ. ഓക്കെ, നമ്മുടെ ലൈനെ ഡ്രോ ചെയ്തു. വളരെ സിമ്പിൾ ലോജിക്കാണ്. നമ്മുടെ ലൈനെ ഡ്രോ ചെയ്തു. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് റീടെസ്റ്റിന് വേണ്ടി മേളിലെത്തി. ആ റെഡ് ക്യാൻഡിൽ എൻഡാവണേന് തൊട്ട് മുന്നേ ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. ജസ്റ്റ് ഈ ഒരു പോർഷനിൽ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. എത്ര മണിക്കായിരുന്നു? 950 നമ്മൾ എൻ്ററായി. 957 നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത്. ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ എൻട്രി കിട്ടിയത്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് പ്ലോട്ട് ചെയ്യാം. 950 ക്യാൻഡിൽ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും, നമ്മൾ സാധാ വിൽക്കുന്ന പോലെ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആയിരുന്നു ട്രേഡേഴ്സ് വരച്ച്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ഓവറോൾ ഒരു 957 നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓവറോൾ ഒരു 7000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. താങ്ക്